ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സിദ്ദിഖ്, ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, മഞ്ജു പിള്ള, ചേർത്തല ജയൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. വിവരങ്ങൾ ആസിഫ് മുഹമ്മദ് നൽകും. ആസിഫ്, എപ്പോഴാണ് തെരഞ്ഞെടുപ്പ്? 10 മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുക. അതിനുശേഷം യോഗത്തിന് പ്രാരംഭ നടപടികൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യും. അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഇത്തരത്തിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മുൻവർഷങ്ങൾക്ക് ഒരു പാനൽ രൂപത്തിലുള്ള മത്സരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരു പാനൽ രൂപത്തിലുള്ള മത്സരം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും ഇപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടൻ മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദീഖ്, അതുപോലെ തന്നെ ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവരാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. അമ്മയുടെ നിലവിലെ ട്രഷറർ കൂടിയായ സിദ്ദീഖ് ഇത്തവണ ഏതായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, മഞ്ജു പിള്ള, ചേർത്തല ജയൻ എന്നിവർ മത്സര രംഗത്തുണ്ട്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് മത്സര രംഗത്തുള്ള. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വനിതകൾ ഉൾപ്പെടെ 15 പേർ മത്സര രംഗത്തുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, അതായത് ഈ ഒരു ബൈലോ പ്രകാരം 17 ഭാരവാഹികളിൽ 4 പേർ വനിതകളായിരിക്കണമെന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 വനിതകൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതകളുടെ അംഗബലം സംബന്ധിച്ച് അന്തിമ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ കൂടുതൽ വോട്ട് ലഭിക്കുന്ന മുഴുവൻ ഈ ആണുങ്ങളാണെങ്കിൽ പോലും ഈ ബൈലോ പ്രകാരം 4 പേർ വേണമെന്നുള്ളതിനാൽ തന്നെ അതിൽ ഒരു മാറ്റം, ഈ ഒരു 2 പേർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മറ്റും മത്സരിക്കുന്ന, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 വനിതകൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു റിസൾട്ട് കൂടി പരിഗണിച്ചിട്ടായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വനിതകളുടെ കാര്യത്തിൽ ഏതായാലും തീരുമാനം എടുക്കുകയും ചെയ്യുക. ഏതായാലും 506 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ഏകദേശം അത് പൂർണ്ണമായി എത്തിയില്ലെങ്കിൽ പോലും 450ഓളം ആളുകൾ ഏതായാലും എത്തുമെന്നാണ് നമുക്ക് ഏതായാലും വിചാരിക്കാൻ കഴിയുക. മറ്റൊന്ന്, ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന, 25 വർഷമായി അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് ഇടവേള ബാബു. അദ്ദേഹം പൂർണ്ണമായും ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണയും മത്സരരംഗത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിച്ചെങ്കിൽ പോലും പിന്നീട് മമ്മൂട്ടി അടക്കമുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മത്സര രംഗത്തേക്ക് വരികയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒരു 9 മണിക്ക് ശേഷമായിരിക്കും താരങ്ങൾ ഏതായാലും എത്തിത്തുടങ്ങുക. 10 മണിയോടുകൂടി അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. വൈകുന്നേരം 4 മണിക്കും 5 മണിക്കും ഇടയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം നിശ്ചയിക്കുകയും പിന്നീട് ഈ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുക. ശരി, അമ്മയെ നയിക്കാൻ ആരൊക്കെ എന്ന് ഇന്നറിയാം. മോഹൻലാൽ പ്രസിഡന്റായി തുടരും. ജനറൽ ബോഡി യോഗം 10 മണിക്ക് ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്.